ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ നല്ല സോഫ്റ്റുമാണ്, പളപളാന്ന് മിന്നുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ ഉള്ളതൊക്കെ മതിയെന്ന്, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുക. ശർക്കരപ്പാന് റെഡിയാക്കാനായിട്ട് 1 കപ്പ് ശർക്കര പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കുന്നുണ്ട്. എന്നിട്ട് അടിച്ചുപൊടി കട്ടിയുള്ള പാത്രത്തിലേക്ക് അടിച്ചെടുത്ത ഗോതമ്പും തേങ്ങാപ്പാലും കൂടി അരിച്ചൊഴിച്ച് കുറച്ച് ഏലക്കാപ്പൊടിയും ഉപ്പും ഇട്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ മിക്സാക്കി കൊടുക്കാം. ഒന്നങ്ങ് കുറുകുന്ന സമയത്ത് ശർക്കരപ്പാനി ചേർത്ത് വീണ്ടും മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ ചേഞ്ച് ആവുന്നത് കാണാം. ഇത് ചെയ്യാനായിട്ട് കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ. എന്നിട്ട് പാനിൽ നിന്ന് വിട്ടുവരുന്ന സ്റ്റേജിൽ അപ്പം തന്നെ മോൾഡിലേക്ക് മാറ്റരുത്. ഈ സമയത്ത് എണ്ണ നെയ്യൊക്കെ തിരിഞ്ഞു വരുന്നത് കാണാം. അത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാണ്. ഇനി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് നമുക്ക് മിക്സ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ച് ബദാമും വെളുത്ത എള്ളും കൂടിയിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് ഇത് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്ഷമയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ.